അതിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നത്. വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന മൃഗങ്ങളെ കൊന്നൊടുക്കാൻ വനം മേധാവിക്ക് തീരുമാനിക്കാം, അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, എന്തുകൊണ്ട് സംസ്ഥാനം ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് കേന്ദ്രമന്ത്രി പറയുന്ന ആ കാര്യങ്ങളിൽ തീർന്നോ? ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ചട്ടങ്ങൾ, ഉപാധികൾ, അതിനെക്കുറിച്ചെല്ലാം ഇന്ന് കേരളത്തിൽ വനം വകുപ്പ് മന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് റഹീസ് വിശദീകരിക്കും. ഇപ്പോൾ അതിൽ നമുക്ക് അറിയേണ്ട വിഷയം, കേന്ദ്രമന്ത്രി പറയുന്നത് അതൊരു ഇരട്ടത്താപ്പാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ടോ? കേന്ദ്ര നിയമത്തിലും ചട്ടങ്ങളിലും പറയുന്നത് എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഭൂപേന്ദ്ര യാദവ് കേരളത്തിലെ മാധ്യമങ്ങളെ പ്രത്യേകമായി കണ്ട് കേരളത്തിന്റെ സാഹചര്യം എന്താണ്, കേരളം എന്തുകൊണ്ടാണ് പല രൂപത്തിലുള്ള വന്യജീവി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എന്നീ കാര്യങ്ങൾ വിശദീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാതെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം നൽകുന്ന നിയമ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് നൽകാവുന്നതേയുള്ളൂ. എന്തുകൊണ്ട് അത് പ്രയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ നിർബാധം ഒരു വന്യമൃഗത്തെ കൊന്നു തള്ളാനും നിർബാധം ആളുകൾക്ക് ഭക്ഷ്യയോഗ്യമാക്കാനും കഴിയുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ രാജ്യത്തിനൊരു നയവും ഒരു സമീപനവുമുണ്ട് വന്യജീവികളുടെ കാര്യത്തിൽ. അതിനൊരു പ്രശ്നം വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണങ്ങളോടെ മാത്രമേ കൊല്ലാൻ കഴിയൂ. ഇപ്പോഴുള്ള നിയമമനുസരിച്ചാണെങ്കിൽ കാട്ടുപന്നിയെ കൊല്ലാൻ കൃത്യമായ ചട്ടമുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷന്മാർക്ക് തീരുമാനിക്കാവുന്നതേയുള്ളൂ. അതെന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേതായി, കടുവയടക്കമുള്ള ഷെഡ്യൂൾ 1 വന്യമൃഗങ്ങളുണ്ട്. ഷെഡ്യൂൾ 1 വന്യമൃഗങ്ങളെ കൊല്ലണമെങ്കിൽ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഫീൽഡ് റിപ്പോർട്ട് വേണമെന്ന ആവശ്യമുണ്ട്. അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു ടെക്സ്റ്റ് മെസ്സേജോ മാത്രം മതി ഫീൽഡ് റിപ്പോർട്ടായി പരിഗണിക്കാൻ. അത്രയും വേഗം ലളിതമായി തന്നെ ഒരു വന്യമൃഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. പക്ഷേ നിർബാധം ആളുകൾക്ക് വന്യമൃഗങ്ങളെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കൂടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നില്ല എന്ന നിലപാട് അറിയിക്കുന്നതിനൊപ്പം കുരങ്ങ്, ആന, കടുവ അടക്കമുള്ള മൃഗങ്ങളെ ഷെഡ്യൂൾ 1 സംരക്ഷിത പട്ടികയിൽ നിന്ന് ഷെഡ്യൂൾ 2 മാറ്റണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യവും തൽക്കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വനമന്ത്രി അറിയിക്കുകയാണ്. റോഷ്നി, ഓക്കെ, ഇതാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും കേന്ദ്രത്തിന്റെ ചട്ടങ്ങളുമാണ് ആദ്യം വിശദീകരിച്ചത്. നമുക്ക് കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്താം. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് കേന്ദ്രം പറയുമ്പോൾ അധികാരം പരിമിതമാണെന്നാണ് കേരളം പറയുന്നത്. വന്യമൃഗത്തെ പിടികൂടാനോ മയക്കുവെടിവെക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് വൈൽഡ് ലൈഫ് വാർഡനെ കൊല്ലാൻ ഉത്തരവിടാനാകുകയുള്ളൂ. വനത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കാൻ പറ്റില്ലെങ്കിലേ കൂട്ടിലടയ്ക്കാൻ പറ്റൂ എന്നതും സംസ്ഥാനത്തിന്റെ വാദമാണ്. കടുവ സ്ഥിരമായി മനുഷ്യരെ കൊല്ലുന്നുണ്ടെങ്കിൽ മാത്രമേ കടുവയെ കൊല്ലാനാകൂവെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. റഹീസ് റഷീദിലേക്ക് പോവുകയാണ്. റഹീസ്, കേരളത്തിൽ മന്ത്രിയടക്കം ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രമന്ത്രി പറയുന്നതല്ല കാര്യങ്ങൾ, ഈ ഉപാധികൾ തന്നെ പരിഹാസ്യമാണെന്നാണ് പറയുന്നത്. ഈ ഉപാധികളൊക്കെ ഒന്ന് പരിഹരിച്ച് അത് വിശദമായി തന്നെ അതിലേക്ക് കടന്ന് അതെല്ലാം ചെയ്തെടുക്കുമ്പോഴേക്കും ഈ വന്യമൃഗങ്ങൾ എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാവുമെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് സങ്കീർണമാകുന്നത്? ഒരു വന്യമൃഗം ഇറങ്ങി മനുഷ്യനെ കൊല്ലുകയോ ആക്രമണം നടത്തുകയോ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്താൽ അതിനെ പിടികൂടാൻ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? റോഷ്നി, കേന്ദ്രം പറയുന്നത് പോലെ അത്ര ലളിതമല്ല ചട്ടങ്ങൾ. ആ ചട്ടം വെച്ച് തന്നെ നോക്കിയാൽ സംസ്ഥാനത്ത് വന്യജീവികളെ ഈ നേരത്തെ അതിൽ പറഞ്ഞതുപോലെ കാറ്റഗറി 1 എന്നും കാറ്റഗറി 2 എന്നുമൊക്കെ തിരിച്ച് ഏതിനെയൊക്കെ സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായി കേന്ദ്രത്തിൻ്റെ ചട്ടത്തിൽ പറയുന്നുണ്ട്. അതായത് കേന്ദ്ര ചട്ടം അനുസരിച്ച് ഒരു വന്യജീവിയെ കൊല്ലണമെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയ വന്യജീവികളെ പെട്ടെന്ന് കൊലപ്പെടുത്താം, അതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാണ് എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്രത്തിൻ്റെ ചട്ടം നോക്കിയാൽ കാട്ടിനകത്തുള്ളതാണെങ്കിലും കാട്ടിന് പുറത്തുള്ളതാണെങ്കിലും വന്യജീവി തന്നെയാണ്. അതിനെ വേട്ടയാടുന്നതിന്, അതിനെ കൊലപ്പെടുത്തുന്നതിന് വളരെ ദുഷ്കരമായ ചട്ടങ്ങളാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് ഉള്ളത്. ഇതിനെ മയക്കുവെടി വെക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ,
കൂട്ടിൽ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ 3 സന്ദർഭത്തിന് പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഇതിനെ കൊലപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം നൽകാൻ കഴിയുക. ഇതിന് ഓരോ മൃഗത്തിന് ആനയ്ക്ക് പ്രത്യേകമായ നിയമ നടപടിക്രമങ്ങളുണ്ട്, കടുവയ്ക്കും പുലിക്കും പ്രത്യേകമായ നടപടിക്രമങ്ങളുണ്ട്. അത് കാട്ടുപലയാടുന്നത് പോലെയല്ല കടുവയെ വേട്ടയാടുന്നത്, അതുപോലെയല്ല ആനയെ വേട്ടയാടുന്നത്. ആ തരത്തിൽ പലതരത്തിലുള്ള മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു കടുവയെ വേട്ടയാടണമെങ്കിൽ 10 പ്രോസസ്സ് കടക്കണം. സംസ്ഥാനത്ത് കേന്ദ്രമന്ത്രി പറയുന്നത് പോലെ വളരെ സിമ്പിളായ നടപടിക്രമങ്ങളല്ല. ഇപ്പോൾ ഒരു കടുവയെ നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം കടുവ അല്ലെങ്കിൽ പുലി ഇറങ്ങിയ സ്ഥലത്ത് ഒരു 6 അംഗ സമിതിയെ രൂപീകരിക്കണം. ആ സമിതിയിൽ സംസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനും അതിനകത്ത് വേണം. 6 അംഗ സമിതിയെ രൂപീകരിക്കണം. അതിനകത്ത് മറ്റൊരു പ്രശ്നം, ഇപ്പോൾ വയനാട് പോലുള്ള സ്ഥലത്ത് സ്ഥിരമായി പല സ്ഥലത്ത് കടുവ ഇറങ്ങുന്നുണ്ട്. അവിടെ ഒരു 6 അംഗ സമിതിയെ നേരത്തെ രൂപീകരിച്ച് വെക്കാനും പറ്റില്ല. കടുവ ഇറങ്ങി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി ആളുകളെയോ അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ മാത്രമാണ് 6 അംഗ സമിതിയെ രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നതാണ് ഈ ചട്ടത്തിൽ പറയുന്നത്. അതിനുശേഷം ക്യാമറ വെച്ച്, അതായത് 10 നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് 1972 വനസംരക്ഷണ നിയമം 11A പ്രകാരം കടുവയെ കൊലപ്പെടുത്താൻ കഴിയൂ എന്നതാണ്. അത് വളരെ ദീർഘമായ 10 പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളെടുക്കുന്ന, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് കടുവ ഇറങ്ങി ആ പ്രദേശത്തെ ആളുകളെ ആക്രമിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തി ആ റിപ്പോർട്ട് കൂടി സമർപ്പിക്കണം. എന്നിട്ടേ, നേരത്തെ റോഷ്നി പറഞ്ഞ പോലെ, ആ നടപടിക്രമങ്ങൾ കഴിയുമ്പോൾ ആ പ്രദേശത്ത് മനുഷ്യരെയാണ് ആക്രമിക്കുന്നതെങ്കിൽ മനുഷ്യരോ, മൃഗങ്ങളെയാണ് ആക്രമിക്കുമെങ്കിൽ മൃഗങ്ങളോ ബാക്കി ഉണ്ടാവില്ല. ആ റിപ്പോർട്ട് വരുമ്പോഴുള്ള ഒരു അവസ്ഥയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, കേന്ദ്രമന്ത്രി പറയുന്നത് അനുസരിച്ച് മുമ്പ് ഒരു നടപടിക്രമങ്ങൾ മഹാരാഷ്ട്രയിലുണ്ടായി. അവനി എന്നു പേരുള്ള ഒരു കടുവ 16 പേരെ മഹാരാഷ്ട്രയിലെ പൗണ്ടർ കൗണ്ട എന്ന സ്ഥലത്ത് കൊലപ്പെടുത്തിയതിൽ ഒരാളുടെ 60% വരെ കടുവ കടിച്ച് കീറി ആ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്ന ഒരവസ്ഥ വന്നു. ഈ സമയത്ത് മഹാരാഷ്ട്രയിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇതിനെ വെടിവെക്കാൻ ഉത്തരവിടുകയും വെടിവെക്കുകയും ചെയ്തു. അതിനുശേഷം ഇത് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ ഈ കേസ് വന്നപ്പോൾ 60% കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുള്ള 60% മനുഷ്യ ശരീരം ഭക്ഷിച്ച ഒരു കടുവയാണ്. ആ കടുവയെ എന്തിനു കൊന്നു, അതിന് നരഭോജിയായി നിങ്ങൾ എങ്ങനെ കണക്കാക്കി എന്ന ചോദ്യമാണ് അന്ന് സർക്കാരിനോട് ചോദിച്ചത്. 2018 തുടങ്ങിയ ആ കേസ് ഇപ്പോഴും നാഗ്പൂർ ബെഞ്ചിൽ നടക്കുകയാണ് എന്നാണ് നൂലാമാലകൾ ഇത്രത്തോളം ഉള്ളപ്പോഴാണ് കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത്, ഒരു ആക്രമണകാരിയായ ഒരു മൃഗത്തെ വനമേധാവിക്ക് അങ്ങ് കൊല്ലാമല്ലോ, സംസ്ഥാന സർക്കാരിനല്ലേ ഉത്തരവാദിത്വം എന്നല്ലേ പറയാൻ എന്ത് എളുപ്പം അല്ലേ? അതാണ് ഇതിനകത്തെ പ്രശ്നം. സ്വാഭാവികമായും കേരളത്തിൻ്റെ മലയോരത്തുള്ള മനുഷ്യർ കാട്ടുജീവികളുടെ ആക്രമണത്തിൽ വലയുകയാണ്. ജീവൻ പോകുന്നത് മാത്രമല്ല, അത് വലിയൊരു പ്രശ്നമാണ്. അതിനൊപ്പം തന്നെ അവരുടെ കാർഷിക വിളകൾ വ്യാപകമായി നശിക്കുന്ന ഒരവസ്ഥ. ഈ സമയത്ത് സംസ്ഥാനം ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്രം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഇതിനെ കൊലപ്പെടുത്തുക വരെ വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയും, എന്നിട്ട് സംസ്ഥാനം ഈ അധികാരമൊന്നും പ്രയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായി നിയമങ്ങൾ കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ജനങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കട്ടെ എന്ന് കേന്ദ്രവും കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയും വിചാരിച്ചിട്ടുണ്ടാവണം എന്നതാണ് ഈ ചട്ടം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. റോഷ്നി. ഓക്കെ, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ വാദത്തിനെതിരെ സംസ്ഥാനത്തെ വനം മന്ത്രി എന്തായാലും എതിർത്ത് തിരിച്ചടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് മറുപടി നൽകുന്നുണ്ടായിരുന്നു. ഇന്ന് UDF-ന്റെ ഭാഗത്തു നിന്നടക്കം കേന്ദ്രമന്ത്രിയെയും സംസ്ഥാന മന്ത്രിയെയും വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ സംസ്ഥാന മന്ത്രിക്കെതിരെ തന്നെ നിഷ്ക്രിയമായാണ് മന്ത്രി പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്.